AICC ജനറൽ സെക്രട്ടറിയും ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയുമായ ശ്രീ KC വേണുഗോപാലാണ് നമുക്കൊപ്പം ഉള്ളത്. ആലപ്പുഴ കഴിഞ്ഞ തവണ 19 സീറ്റും ജയിച്ചപ്പോഴും ആലപ്പുഴ സീറ്റ് നഷ്ടപ്പെട്ടു. യഥാർത്ഥത്തിൽ താങ്കളുടെ സീറ്റായിരുന്നു അത്. അപ്പോൾ അതുകൊണ്ടുകൂടിയാണോ ഇത്തവണ ഉറപ്പായും ഈ ദേശീയ തലത്തിൽ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ളപ്പോഴും ആലപ്പുഴയിൽ മത്സരിക്കണം എന്ന് തീരുമാനിച്ചത്? ഇവിടെ പൊതുവായിട്ട് എല്ലാവരുടെയും ഒരു ആവശ്യമായിരുന്നു. കേരളത്തിലെ പാർട്ടി മൊത്തമായിട്ടും ആലപ്പുഴയിലെ പാർട്ടി മൊത്തമായിട്ടും ഇപ്രാവശ്യം മത്സരിക്കണമെന്ന്. അപ്പോൾ അവരുടെ ആവശ്യത്തെ ധിക്കരിക്കുക എന്ന് പറയുന്നത് ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്കാവുന്ന കാര്യമല്ല. പിന്നെ എനിക്ക് ആലപ്പുഴയോട് വളരെ വികാരപരവും ഹൃദയപരമായിട്ട് അടുപ്പമുള്ള സ്ഥലമാണ്. എനിക്ക് ആലപ്പുഴയിൽ MP ആവുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് പരിമിതികളുണ്ട്, ഒരുപാട് തിരക്കുകളുള്ള ജോലിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എന്നിരുന്നാലും ഈ പ്രാവശ്യത്തെ ആലപ്പുഴക്കാരുടെ സ്നേഹം ഉള്ളിൽ മനസ്സിലാക്കിയതുകൊണ്ട് ഞാനത് ഏറ്റെടുക്കുകയാണ്. എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും അതങ്ങനെ ഏറ്റെടുക്കുകയാണ്. ഈ ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുമ്പോഴും ഈ അവസാനത്തെ സമ്മേളനത്തിനടക്കം മാറി നിന്നപ്പോൾ CPM ഉന്നയിച്ചൊരു പ്രധാന വിഷയം ഒരുമിച്ച് നിൽക്കുന്നു. കേരളത്തിൽ വന്ന് BJPയെ നേരിടുന്നതിന് പകരം രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും പോലുള്ള ദേശീയ നേതാക്കൾ വരുന്നത് പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ തന്നെ കക്ഷികളെയാണ്. അവർ BJPയുടെ ശക്തി കേന്ദ്രങ്ങളല്ലേ മത്സരിക്കേണ്ടതെന്നുള്ള ചോദ്യം വരുന്നുണ്ട്. BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ വേറെ ആരാ മത്സരിക്കുന്നത്? CPMന്റെ ഈ വാദത്തിന് എന്ത് പ്രസക്തിയാണ്? CPM ഏതെങ്കിലും സ്ഥലത്ത് BJPക്കെതിരെ മത്സരിക്കുന്നുണ്ടോ? കേരളം ഒഴിച്ച് വേറെ ആരും മത്സരിക്കുന്നില്ല. ഏതെങ്കിലും സ്ഥലത്ത് BJPക്കെതിരെ മത്സരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ രാജസ്ഥാനിലെ ഒരു സീറ്റ് ഇപ്പം കോൺഗ്രസുമായി യോജിച്ചിട്ടാണ് മത്സരിക്കുന്നത്. പിന്നെ അവർ പറഞ്ഞാൽ എന്ത് അർത്ഥമുള്ളത്? BJPക്കെതിരെ രാഹുൽ ഗാന്ധി 540 സീറ്റിലും സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം ഇന്ത്യ മുഴുവൻ ക്യാമ്പയിൻ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹം മത്സരിക്കുന്നത് അദ്ദേഹം ജയിച്ച സീറ്റിൽ തന്നെയാണ്. അദ്ദേഹം പുതിയ സീറ്റ് കണ്ടുപിടിച്ച് അദ്ദേഹം നിലവിൽ MP ആയ സീറ്റിലാണ്. പിന്നെ ഞാനിവിടെ എത്രയോ വർഷങ്ങളായിട്ട് 96 മുതൽ ആലപ്പുഴയിലുള്ള ഒരു ജനപ്രതിനിധിയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഞാൻ മത്സരിക്കുന്നതിന് എതിർക്കാൻ അതൊക്കെ വളരെ ബാലിശമല്ലേ? അവരങ്ങനെ പറയാൻ പാടുണ്ടോ? ശോഭാ സുരേന്ദ്രൻ വളരെ ഗൗരവമായ ഒരു ആരോപണമാണ് ഉന്നയിക്കുന്നത്. നിയമപരമായിട്ട് നേരിടുന്നത് അവരോട് നിങ്ങളെ വലിയ ജേർണലിസ്റ്റ് അല്ലേ, കണ്ടുപിടിക്ക്. അവർക്ക് എന്താ പറയാനുള്ളത് വെച്ചാൽ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്ക്. മറ്റു കാര്യങ്ങൾ ഞാൻ അത് നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നില്ല. അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നു. അല്ല, ഈ പൊതുവെ കോൺഗ്രസിന്റെ നേതാക്കളെ അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾക്ക് നേരെ എല്ലാം EDയുടെ അന്വേഷണം വരുന്നു. കെജ്രിവാളിനെ പോലൊരു പ്രധാനപ്പെട്ട നേതാവിനെ അഴിമതിയുടെ ആരോപിച്ച് ജയിൽ ഉള്ളിൽ കിടക്കുന്ന ഒരു അവസ്ഥ വരുന്നു. അത് ഏത് തരത്തിലാണ് ഈ ED ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വേട്ടയാടലായി അങ്ങനെ എങ്ങനെയാണ് അതിനെ കാണുന്നത്? അല്ല, അത് ഞാൻ കാണുന്നത് വളരെ വിശാലമായ കാൻവാസാണ്. ഇന്ത്യയിലെ ജനാധിപത്യത്തിനെതിരെയുള്ള ഒരു കടുത്ത വെല്ലുവിളി നേരിടുകയാണ്. നമ്മളത് മാധ്യമങ്ങൾ പോലും തമസ്കരിക്കപ്പെടുക. ഞാൻ താങ്കളുടെ മാധ്യമത്തിലല്ല പറയുന്നത്, ദേശീയ മുഖ്യധാരയിലുള്ള പല മാധ്യമങ്ങളും ഇതൊന്നും തമസ്കരിക്കുകയാണ്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സ്വതന്ത്രവും നീതിപൂർവമായി നടത്താൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാക്കിയിട്ടുള്ള കോഡ് ഓഫ് കോണ്ടക്ട് എന്തിനാണ്? എല്ലാ പാർട്ടിക്കും ലെവൽ പ്ലേയിങ് ഫീൽഡ് കൊടുക്കണം. ഇലക്ഷൻ ആകുമ്പോൾ എല്ലാ പാർട്ടിക്കും അവരുടേതായിട്ടുള്ള സ്പേസ് കൊടുക്കണം. പിന്നെ അധികാരമുള്ള പാർട്ടി ആ അധികാരം ദുർവിനിയോഗം ചെയ്യാൻ പാടില്ല. ഇതൊക്കെയായിരുന്നല്ലോ ലക്ഷ്യം. അതനുസരിച്ചാണ് നമ്മുടെ എല്ലാ ഇലക്ഷനും അങ്ങനെ. ഇപ്പം അങ്ങനെ എന്താ ഉള്ളത്? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടൊരു മുഖ്യമന്ത്രിയെ സിറ്റിംഗ് ചീഫ് മിനിസ്റ്ററെ അറസ്റ്റ് ചെയ്യുക കേസിന്റെ 2 വർഷം. ഞാൻ നിയമപരമായ വഴികളൊന്നും തടയപ്പെടുത്താനല്ല. ഈ നിയമപരമായ വഴികൾ പ്രതിപക്ഷ നേതാക്കന്മാർക്ക് മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും ഒരു BJP നേതാവിനെതിരെ ED അന്വേഷണം ഉണ്ടോ? ഇതിന്റെ അർത്ഥം BJP നേതാക്കന്മാർക്കെതിരെ കേസില്ല എന്നുള്ളതാണോ? എത്രയോ കേസുകൾ BJPയിൽ ചേർന്ന നേതാക്കന്മാരെല്ലാം അവർ തന്നെ കേസ് ആരോപിച്ചിട്ടുണ്ടല്ലോ. അജിത് പവാറിനെതിരെ 27,000 കോടി രൂപയുടെ അഴിമതി പറഞ്ഞത് പ്രധാനമന്ത്രി തന്നെയാണ്. അപ്പം അത് കേസില്ല. അപ്പോൾ ഒരു ഭാഗത്ത് ED, CBI, ഇൻകം ടാക്സ് ഈ ഡിപ്പാർട്ട്മെന്റുകൾ ഉപയോഗിച്ച് പ്രതിപക്ഷത്തില്ലാതെ, മറുഭാഗത്ത് ഞങ്ങളുടെ തന്നെ ഇപ്പം അക്കൗണ്ടുകൾ കംപ്ലീറ്റ് ഫ്രീസ് ചെയ്യുക. നിസ്സാരമായ കാരണം പറഞ്ഞ് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പേ 6-8 വർഷം മുമ്പുള്ള കേസ് എടുത്ത് കൊത്തിപ്പൊക്കി ഒരു പാർട്ടിയുടെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയുടെ അക്കൗണ്ടുകൾ മുഴുവൻ മരവിപ്പിക്കുക. പിന്നെ എല്ലാ മാധ്യമങ്ങളെയും കൺട്രോൾ ചെയ്യുക. അപ്പോൾ ഒരു സത്യത്തിൽ തിരഞ്ഞെടുപ്പിന് വേണ്ടുന്ന ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിന് ഏറ്റവും കടുത്ത ഭീഷണിയാണ് നേരിടുന്നത്. ഈ പ്രധാനമായും പ്രധാനമന്ത്രിയായാലും അമിത്ഷായാലും ഇപ്പോൾ BJP ദക്ഷിണേന്ത്യ വലുതായി കേന്ദ്രീകരിക്കുന്നുണ്ട്. ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളിലൊക്കെ പ്രത്യേക ചുമതലയോ അല്ലെങ്കിൽ അവിടെയൊക്കെ ഇടപെട്ടുള്ളൊരു നേതാവ് കൂടിയാണ്. ഈ ദക്ഷിണേന്ത്യയിലേക്ക് എന്താണ്? ഉത്തരേന്ത്യയിൽ പരമാവധി സീറ്റുകൾ പല സംസ്ഥാനങ്ങളും ലഭിക്കുന്നുണ്ട്. ദക്ഷിണേന്ത്യയാണോ ഇത്തവണ പ്രധാന ഉന്നം? ആരുടെ? BJPയുടെ?
അല്ല, അവരേത് ഉന്നം വെച്ചിട്ടും കാര്യമില്ല. ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മാറ്റി വിധി എഴുതും. അതും ഞാൻ മാധ്യമങ്ങളിലൂടെ സർവേ കാണിച്ചു, എല്ലാ ദിവസവും സർവേ ആണ്. 400 കിട്ടും, 300 കിട്ടും, 300 ഇതൊക്കെ കിടന്നോട്ട് ജനങ്ങളുടെ പൾസ് വളരെ ക്ലിയർ ആണ്. 10 കൊല്ലക്കാലം അവർ സഹിച്ചു. ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മ, വിലക്കയറ്റം, അതുപോലെ തന്നെ കാർഷിക പ്രതിസന്ധി, ഈ പറയുന്ന പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒളിച്ചോടാൻ ജനങ്ങളെ കബളിപ്പിക്കുന്ന നയമായിട്ട് ഇന്ന് ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള ജനവികാരമുണ്ട്. ദക്ഷിണേന്ത്യയിൽ അത് ഏറ്റവും സ്ഥായിയായിട്ടുണ്ട്. ഉത്തരേന്ത്യയിലും വളരെ വലിയ മാറ്റങ്ങളുണ്ടാവും ഈ തെരഞ്ഞെടുപ്പിൽ. ഞാൻ മനസ്സിലാക്കിയെടുത്ത് ഞാൻ എല്ലാ സ്റ്റേറ്റുകളിലെയും പാർട്ടി നേതാക്കന്മാരുമായി ബന്ധപ്പെടുകയും ചർച്ച ചെയ്യും, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരാളാണ്. ഞങ്ങൾക്ക് വളരെ പ്രതീക്ഷയുണ്ട്. കേരളത്തിൽ ആരാണ്, ഏത് മുന്നണിയാണ് മുഖ്യ എതിരാളിയായി വരുന്നത്? ഇടതുപക്ഷ മുന്നണി. അതിനകത്ത് സംശയം. അത് അവർ പറയുന്നുണ്ട് BJP ആണെന്ന്. BJP അവർ തമ്മിൽ മത്സരം എന്ന് പറയുന്നുണ്ട്. അത് BJP പോലും പറഞ്ഞിട്ടില്ല. അതാലോചിച്ചോളണം. BJP പോലും അവർ ഇടതുപക്ഷ മുന്നണി തമ്മിലാണ് മത്സരം എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനറാണ് ആദ്യമായിട്ട് പറഞ്ഞത് ഞങ്ങളും ഇടതുപക്ഷ മുന്നണി തമ്മിൽ അവിടെ മത്സരം. അപ്പോൾ അത് അത്രയും വലിയൊരു PR വർക്ക് BJPക്ക് വേണ്ടി LDF കൺവീനർ നടത്തുകയാണ്. പിന്നെ അവരുടെ സ്ഥാനാർത്ഥികൾ മികച്ച സ്ഥാനാർത്ഥികളാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മത്സരം ഇടതുപക്ഷ മുന്നണിയും പിന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയും തമ്മിലാണ് കേരളത്തിൽ മത്സരം. അത് കൃത്യമായിട്ടും ഞങ്ങളെ കോൺഗ്രസ് ദേശീയ തലത്തിൽ ശക്തി പ്രാപിക്കേണ്ടതിന്റെ ആവശ്യകത ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കോൺഗ്രസിനെ ദുർബലമാക്കുക എന്ന ഒറ്റ അജണ്ടയുമായിട്ടാണ് മോഡി ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് പരമാവധി സീറ്റുകൾ കോൺഗ്രസിന് ലഭിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന ലക്ഷ്യം, ഞങ്ങളുടെ മുന്നിലുള്ള ലക്ഷ്യം. ഈ സംസ്ഥാനത്തെ ഒരു കോൺഗ്രസിന്റെ UDFന്റെ ആകെ പ്രകടനത്തെ എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്? ഞങ്ങൾ മുഴുവൻ സീറ്റുകളും ജയിക്കും ഇപ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം 1 തോറ്റിരുന്നു, ഇപ്രാവശ്യം അതുകൂടി തിരിച്ചു പിടിക്കും. ഈ ആലപ്പുഴയിലേക്ക് താങ്കൾ നിൽക്കുമ്പോൾ 2 തവണ MP ആയിരുന്ന ആളാണ്. ഇപ്പോൾ പുതിയൊരു MP വന്നു. ആ MP രണ്ടുപേരും ഈ അവിടുത്തെ പ്രധാനമായിട്ട് ബൈപ്പാസിന്റെ വികസനത്തിലും വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് വികസനത്തിലും ഒക്കെ രണ്ടുപേരും ഒരേപോലെ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. അപ്പൊ കിരൺ പുതിയ ആളൊന്നും അല്ലല്ലോ. നിങ്ങളൊക്കെ മാധ്യമരംഗത്ത് എത്ര കാലം വർക്ക് ചെയ്യുന്നു, നിങ്ങൾക്ക് പരിശോധിക്കാമല്ലോ ആരാ ചെയ്തിരിക്കുന്നതെന്ന്. ഞാൻ ഒരു അവകാശവാദത്തിനും ഇല്ല. എന്റെ പ്രവർത്തനങ്ങളെല്ലാം ജനങ്ങളുടെ മുമ്പിലുണ്ട്. വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാ തുടങ്ങിയത്, ഏത് കാലത്ത് തുടങ്ങിയതാണ്? ആലപ്പുഴ ഞാൻ MLA ആയ സമയത്ത് കോളറ വന്ന് ആ കോളറ ബാധിച്ച് എത്രയോ ആൾ മരിച്ചെന്ന് മുതൽ ആരംഭിച്ച ഒരു വലിയ പോരാട്ടത്തിന്റെ ഫലമാണ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് വന്നതും സഹായിച്ചതും എല്ലാം അന്നത്തെ കേന്ദ്ര ഗവൺമെന്റ് UPA ഗവൺമെന്റും. പിന്നെ ആരവകാശം ഉന്നയിക്കുന്നതിന് ഞാൻ മറ്റൊരാളെ ഇഴുത്തി കാട്ടാനൊന്നുമില്ല, ആരെയും കുറച്ച് കാണിക്കാനും ഇല്ല. ഞാൻ ചെയ്തത് ജനങ്ങളുടെ മുമ്പിലുണ്ട്. അവർക്ക് എന്റെ വർക്കും അറിയാം, പ്രവൃത്തിയും അറിയാം. അവർ വിലയിരുത്തട്ടെ. എനിക്കതിനകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പത്രക്കാർക്ക്. ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഞാൻ പാർലമെന്റ് അംഗമായ അന്ന് മുതലെടുത്ത നിരന്തരമായൊരു തപസ്യയായിരുന്നു ആ ബൈപ്പാസ്. ആലപ്പുഴയിലെ ബൈപ്പാസ് എന്ന് പറഞ്ഞ ഗതാഗത കുരുക്കിന് ഏറ്റവും വലിയ പ്രശ്നം. അത് ഉണ്ടാക്കിയതും അതിന്റെ തറക്കല്ലിടുന്നതും ഞാൻ MP ആയിരിക്കുമ്പം നിതിൻ ഗഡ്കരി വന്ന് തറക്കല്ലിട്ട് അന്ന് കേരളത്തിലെ മന്ത്രിമാരിലും പങ്കെടുത്ത് തുടങ്ങി. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആദ്യമായിട്ട് ഒരു 50-50 എമൗണ്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയപാത കൊടുത്തു. ഇതെല്ലാം റെക്കോർഡിലുള്ള കാര്യമല്ലേ? പിന്നെ അതിന് അവകാശവാദം വേറെ ആരും പറഞ്ഞു, ഞാനെന്തും മറുപടി പറയാം കിരണേ. ഇതൊക്കെ അതാ ഞാൻ പറഞ്ഞത്. അതൊക്കെ വളരെ നമ്മൾ സ്ഥാനാർത്ഥികളായ നമ്മൾ കാണിക്കേണ്ട ചില പരിപക്വതയുണ്ട്. ജനങ്ങൾക്ക് ഇതെല്ലാം അറിയാം ആരാണ് വികസനത്തിൽ. അതിനിപ്പോൾ മാത്രമല്ല, ഇപ്പം പഴയ പോലെ അല്ലല്ലോ. ഇപ്പം എല്ലാത്തിനും രേഖയുണ്ട്. നിങ്ങളൊരു സെർച്ച് ചെയ്താൽ എല്ലാം കിട്ടും. ഏത് കാലത്താണ് ഇതിലെ ഫയൽ തുടങ്ങിയത്, ഏത് കാലത്താണ് സാങ്ഷൻ കിട്ടിയത്, ഏത് കാലത്താണ് തറക്കല്ലിട്ടത്, ഏത് കാലത്താണ് പണി തുടങ്ങിയത്. ചിലപ്പോൾ പണി പൂർത്തിയാക്കുമ്പോൾ ഞാൻ MP ആയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഞാനല്ല തുടങ്ങിയെന്ന് പറയുന്നതിനകത്ത് എന്താ അർത്ഥമുള്ളത്? ഈ ആലപ്പുഴ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലമല്ല. പക്ഷേ ഇപ്പോൾ ആലപ്പുഴയിൽ വലിയ തോതിൽ വോട്ട് ശേഖരിക്കാൻ കഴിയുന്ന ശോഭാ സുരേന്ദ്രൻ എന്നൊരു പ്രധാനപ്പെട്ട നേതാവിനെ തന്നെയാണ് BJP കൊണ്ടുവന്നത്. അതിന്റെ BJPയുടെ ഒരു വരവ് ഈ വലത് മുന്നണികൾ തമ്മിലുള്ള മത്സരത്തിൽ ഏത് തരത്തിലായിരിക്കും ബാധിക്കുക? എനിക്ക് അങ്ങനെ ഒരു ആശങ്കകളില്ല. ആലപ്പുഴ ക്ലിയർ ആയിട്ട് ആലപ്പുഴയുടെ മനസ്സ് കൃത്യമായിട്ടും ഒരു മതേതര മനസ്സാണ്. അവരെല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്ന, ഒന്നിൻ്റെ പേരിൽ പരസ്പരം കലയിക്കാതിരിക്കാൻ താല്പര്യമുള്ള ഒരു നല്ല മനസ്സാണ് ആലപ്പുഴയിലെ മനസ്സ്. അതുകൊണ്ട് ഇവിടെ അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ തോന്നുന്നില്ല. അതിനകത്ത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ CPMന്റെയും DMKയുടെയും എല്ലാവരും കൂടെ ചേർന്ന് കോൺഗ്രസും എല്ലാം ചേർന്നുള്ള ഒരു ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും ആ പ്രതീക്ഷ തന്നെയുള്ളത്. ഇന്ത്യയിലത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ചലനങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ കാലഘട്ടം മാറണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളാണ് ഇന്ത്യയിൽ കൂടുതലുള്ളത്. അതുകൊണ്ട് അതനുസരിച്ച് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരും എല്ലാവരും. അതിനകത്ത് ഇന്ന് മാറി നിൽക്കുന്ന മമതാ ബാനർജി അടക്കം ആ സഖ്യത്തിലുണ്ടല്ലോ. അവരടക്കം പിന്തുണയോടെ വരും. എന്തായാലും ഇന്ത്യ സഖ്യം CPMും DMKയും തൃണമൂൽ കോൺഗ്രസും എല്ലാം ചേർന്നൊരു ഇന്ത്യ സഖ്യം ഇന്ത്യയിൽ അധികാരത്തിൽ വരുമെന്ന ആത്മവിശ്വാസമാണ് ശ്രീ KC വേണുഗോപാൽ പ്രകടിപ്പിക്കുന്നത്. ഒപ്പം കേരളത്തിൽ 20 സീറ്റും ജയിക്കുമെന്നും ആലപ്പുഴയിലെ തന്റെ വികസനം ജനം വിലയിരുത്തട്ടെ എന്നും അദ്ദേഹം പറയുന്നു.